ഇറങ്ങല്ലേ? പേടിയാടാ. ഇനി ഒന്നും നോക്കണ്ട കുട്ടേട്ടാ, നമുക്ക് പോക്കാം. കുട്ടേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, സഹിക്കാൻ പറ്റില്ല. സോപ്പ് വരുമോ? ഇനി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ പുഴ ചാടി ചാവൂട്ടാ. നീന്തലറിയാൻ പറ്റില്ല. അത് ഞാൻ കൈ കെട്ടിട്ടാണല്ലോ ചാടിക്കണം. എനിക്ക് അവിടെ കിട്ടൂടാ. എനിക്കതൊക്കെ പേടിയാണ്. എനിക്കവിടെ കിട്ടൂലടാ. കുട്ടേട്ടാ, കാർത്തും കൂട്ടേട്ടനും നമ്മുടെ പൊന്നാരി പാടത്തിക്കൂടി കൈ പിടിച്ച് കഴുത്തിൽ കല്യാണമാലയൊക്കെ ഇട്ട് നെഞ്ചി വിരിച്ച് നടക്കുന്ന എനിക്ക് കാണണം കുട്ടേട്ടാ. അധികം നെഞ്ചി വിരിക്കണ്ട, അറിയാല്ല. കഴിഞ്ഞ വർഷം അവളുടെ തന്തപ്പടിയും ആങ്ങളമാരും ചേർന്ന് ഉത്സവത്തിന് താലം പിടിക്കാൻ അവളെ നോക്കിയതിൻ്റെ പേരിൽ ഒരു തന്നെ ഇടിച്ച് ടാർവിപ്പിലിട്ടത്. അവരുടെ കയ്യിലെങ്ങനെ പെട്ട എന്നെ നെഞ്ചിടിച്ച് കളക്കിക്കളായി. കുട്ടേട്ടാ, ഈ വെറും കുട്ടനോടൊപ്പം കുട്ടേട്ടനായാലും തോടോ കുട്ടേട്ടാ. ആ വിശ്വാസമുള്ളതാണ് പൊട്ട. സോറി കുട്ടാ, എനിക്ക് പേടിയായിട്ട് കൂടി അവൾക്ക് എഴുതിയ പ്രേമലേഖനവും നാരങ്ങ മിഠായിയും ക്രിസ്മസ് കാർഡും എല്ലാം നിന്നെ ഏൽപ്പിച്ചത്. വേറെ ഒരുത്തനും എനിക്ക് പഞ്ചായത്ത് വിശ്വാസമില്ല. അടുത്ത മാസം കൊയ്ത്ത് തുടങ്ങും. കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ കല്യാണ സീസണാണ്. നിങ്ങളുടെ കല്യാണത്തിനും ഭാവന സൗണ്ട് മിക്സിൽ നിന്ന് 150 വലിയൊരു ബോക്സ് എടുത്തു ഒച്ചത്തിൽ പാട്ടും വെച്ച് ഈ നാട്ടുകാർക്ക് മൊത്തം ടീപ്പാറ്റ് കൊടുക്കണമെന്നായിരുന്നു ഈ കുട്ടൻ്റെ ആഗ്രഹം. നമ്മൾ ചിന്തിക്കണ പോലെ എല്ലാം നടക്കണമെന്നുണ്ടാടാ. കഴിഞ്ഞ കുറുക്കമൂലപ്പൻ്റെ ഉത്സവത്തിന് ആനക്ക് മതം പൊട്ടാനും ആനയ്ക്കും മതം പൊട്ടാനും ഈ ശുഭക്കുട്ടേട്ടനും ഈ വെറും കുട്ടനും കാർത്തുവും പപ്പനാഭൻ ചേട്ടൻ്റെ പെട്ടിക്കടയിൽ ഒളിക്കാനും അവിടെ വെച്ച് നിങ്ങൾ കണ്ണി നോക്കാനും ഓർമ്മിക്കലടാ. കണ്ട കണ്ട കുളിരുവാണ് കണ്ട. ഭാഗ്യം ചെയ്ത ആളാ ശുഭക്കുട്ടേട്ടൻ. അല്ലെങ്കിൽ കാർത്തൂനെ പോലത്തെ ഒരു പെണ്ണെ കിട്ടുമോ? സത്യം. ഈ നാട്ടിലെ ഏറ്റവും വലിയ പേടിച്ചൂറിയായ എന്നെ അവളെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത് സാധാരണ ഇഷ്ടമല്ല. അല്ല, അത് ദിവ്യ പ്രണയമാ. നല്ല അസ്ഥിക്ക് പിടിച്ച പ്രണയം. ഞാനെന്തിനും വെള്ളത്തിൽ ഇറങ്ങിയത്? ആ വെള്ളത്തിൽ മുങ്ങി ചാകാനാ? വെറുതെ അല്ലട്ടാ പൊട്ടാന്ന് വിളിക്കങ്ങനെ. പൊന്നെ സമാധാനം. ഇല്ല, വിളിച്ചോ. കുട്ടേട്ടാ എന്താടാ കുട്ടേട്ടൻ ഇപ്പൊ എന്താ വേണ്ട? ചിങ്ങം തീരുന്നതിന് മുന്നേ നിങ്ങളുടെ കല്യാണം നടക്കണം, അത്രയല്ലേ ഉള്ളൂ. എൻ്റെ ഒരു വഴി ഉണ്ടാക്കാന്നേ. വാല് വരുന്നുണ്ടല്ലോ. എന്താടാ വാല്? ചേച്ചി കൂട്ടുകാരനോട് കാത്തുവാ. നീ പോകോ. എന്റെ പ്രിയപ്പെട്ട കുട്ടേട്ടൻ അറിയുന്നതിന് കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. കുട്ടേട്ടാ, ഈ കൊയ്ത്ത് കഴിഞ്ഞ് എന്നെ കെട്ടിച്ചു വിടാനാ സോമേട്ടന്റെ തീരുമാനം. കുട്ടേട്ടനല്ലാതെ വേറെ ആരുടെ മുമ്പിൽ പോയി നിന്നു കൊടുക്കാൻ എനിക്കാവില്ല. എന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം എന്ന് കുട്ടേട്ടനെ മാത്രം കാത്തു നിൽക്കുന്ന കാത്തു. ഇനി ഒന്നും നോക്കണ്ട ഏട്ടാ, തൂക്കണം. ഇന്ന് തന്നെ തൂക്കണം. ഭാഗ്യം ആ സോമം മാത്രമേ ഉള്ളൂ, ബാക്കി ആരുമില്ല. ഇതാണ് കൃത്യസമയം. നീ ചെല്ലി. നീ ചെല്ലടാ. ഞാൻ മുൻഭാഗത്ത് നിന്ന് സോമനോട് സംസാരിച്ചിരിക്കാം. അപ്പൊ ഈ പടിഞ്ഞാറ് ഭാഗത്തൂർ അങ്ങോട്ട് വരാതെ ഞാൻ നോക്കിക്കോളാം. നീ ആരും അറിയാതെ അവളെ കൊണ്ട് പുഴക്കര നമ്മുടെ പമ്പസെറ്റ് മുറിയിൽ ചെല്ലണം. അല്ല, അപ്പൊ നമ്മൾ എങ്ങനെ ചേച്ചി അമ്പലത്തിൽ എത്തിക്കും? ചേച്ചിയാ? ചേട്ടൻ കെട്ടാൻ വന്ന പെണ്ണെ ചേച്ചിയായിട്ട് കാണാമെന്ന് അമ്മ പറഞ്ഞേക്കുന്ന. എന്റെ കുട്ടാ, നീ ഇല്ലായിരുന്നെങ്കിൽ പോട്ടെ, വെറുതെ ഇമോഷണൽ ആക്കല്ലേ. അതെ ചേട്ടന്മാരെ, ഈ വട്ടയത്ത് വിഷ്ണു നല്ല പരിചയമുള്ള പേരല്ലടാ. ഞാനിവിടെ പുതിയതാണേ, അപ്പോൾ ചോദിച്ചു മടുത്തു. ഈ ഒരു രജിസ്ട്രാർ ഉണ്ടായിരുന്നു പുള്ളി. ചേട്ടനെ, ഇവിടെ നേരെ പോകുമ്പോൾ ഒരു കവല കാണും. അവിടെ ഒരു പണിക്കും പോകേണ്ട നാട്ടുകാർ കുറ്റം പറഞ്ഞിരിക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. അവിടെ ചോദിച്ചാൽ മതി, വേണേ വീട്ടിലും കൊണ്ടുവിടും. ഞങ്ങൾ ഇവിടെ സീക്രട്ട് മിഷനില്ല. ചേട്ടൻ വിട്ടോ. വട്ടെഴുത്ത് വിഷ്ണു നല്ല പരിചയമുള്ള പേര്. നല്ല ഉള്ള പേര്. ചേട്ടൻ അത് വിട്. പമ്പ് സെറ്റ് റൂമിൽ ചെന്നിട്ട് അവിടെ ഞാൻ ഒരു കാര്യം വെച്ചിട്ടുണ്ട്. അത് നീ അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. എന്നാ ചേട്ടൻ വേഗം വിട്ടു. നീ പോടാ. ഞാൻ അവിടെ ഇവിടെ ഡബിൾ വിളിക്കാൻ കമലഹാസനാ. അങ്ങോട്ട് പോകൂട്ടേട്ടാ. അല്ലടാ, ഞാൻ അങ്ങോട്ട് പോകൂട്ടേട്ടാ. തത്തിക്കളിക്ക് പോടോ അങ്ങോട്ട്. നിങ്ങളുടെ കല്യാണം ആവാറായി. പറമ്പൊക്കെ ഒന്ന് കിളക്കണമല്ലോ. കാര്യമൊക്കെ ഒന്ന് കിട്ടുക. ഷിബു, നമുക്ക് ഈ പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയാലോ? സോമ, നിനക്ക് സുഖമല്ലടാ? മിനി എന്ത്? എനിക്ക് സുഖമല്ലേ? അവള് വീട്ടിൽ പോയപ്പോ പിന്നെ വഴക്കിട്ട് പോയാ? നിനക്കെന്താ വേണ്ടേ? എടാ, വീട്ടുകാർക്ക് സുഖമല്ലടാ? വീട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ്. നിനക്കെന്താ വേണ്ടേ?
എടാ ഞാനിങ്ങനെ വരുമ്പേ ആലോചിക്കണേരുന്നു. നീ അങ്ങോട്ട് നോക്കിയേ, അവിടെ പണ്ടൊരു മൂവാണ്ട് മാവ് ഉണ്ടായിരുന്നില്ലേ? ഞാനതിൽ മാങ്ങ ഉറയ്ക്കാൻ വരാൻ നേരത്ത് നീ മാങ്ങ കണ്ടിക്ക് എൻ്റെ മുഖത്തിട്ടെറിയ വരുന്നു. ഓർമ്മയിടാ നിനക്ക്? ഇല്ലല്ലേ? നിനക്കെന്താ വയ്യേ? മാങ്ങാണ്ടിക്ക് എറിഞ്ഞിട്ട് എനിക്ക് വയ്യെന്നാ. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ പോണോ? ഷിബ്കുട്ടേനെ അവിടെ സോമേട്ടനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. ഈ ഗ്യാപ്പിൽ വേണം നമുക്ക് ഇറങ്ങാൻ. എന്നാലേ പുള്ളിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അവിടെ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു. സാധനങ്ങൾ എടുക്കേണ്ട സമയമില്ല. കുട്ടേട്ടാ കുട്ടേനൊക്കെ അവിടെ വരും. നീ പറയണ മാവ് പടിഞ്ഞാറ് വശത്താ ഞാൻ കാണിച്ചു. എടാ എനിക്ക് ആ മാവ് കാണണ്ട. നിനക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി വെള്ളം എടുത്തിട്ട് വരാം. എടാ വെള്ളം എടുക്കാൻ പടിഞ്ഞാപ്പുറം വരെ പോകണ്ടേ? എനിക്ക് തെക്ക് ഭാഗത്ത് മതിയെന്ന്. അവിടെ കക്കൂസാ. അതിനെന്താ വെള്ളം ഉണ്ടാവില്ല? എന്റെ എത്ര നാളത്തെ സ്വപ്നമായിരുന്നു അറിയോ എന്ത്? കുട്ടേട്ടനെ കെട്ടിപ്പിടിക്കണ എന്നെയോ? കണ്ടപ്പോ തന്നെ എനിക്ക് കൊട്ടിയായി. എന്റെ കാര്യം തന്നെ പറയുന്ന. പിന്നെ ആരുടെ കാര്യ? ഞാനും കുട്ടേട്ടനും മാത്രം. കുട്ടേട്ട ഐ ലവ് യു. അപ്പം കാത്തു ഈ കാർഡിലും കത്തിലും ഒക്കെ പറയുന്ന കുട്ടേട്ടൻ ഞാനാ? തമാശ പറയാ? ദൈവമേ, എന്താ? ദൈവമാണല്ലോ ഇതൊക്കെ. ഇനി കുട്ടേട്ടൻ പറ. എന്ത് ഇഷ്ടം? ഞാനോ? എന്റെ കുറുക്കമൂലപ്പ ഉമ്മർത്ത് ഒരാളൊന്നും അറിയാതെ ഒരു പൊറോട്ട നാടൻ കളിക്കുന്നുണ്ട്. ഞാൻ അങ്ങേരോട് എന്തു പറയും? ഓഹോ, അപ്പൊ നീയാണോ വടക്കത്തോപ്പിലെ കരിക്കോത്തം കട്ടുന്നത്? എന്റെ പൊന്നു സോമ, ഞാനൊരു കാവ്യാത്മരിയിൽ പറഞ്ഞല്ലേ. ഓ, നിന്റെ കാവ്യാത്മക കാരണം ചെറുപ്പത്തിൽ അടി മൊത്തം മേടിച്ച ഞാനടാ. എടാ രാത്രി പുറത്തിറങ്ങാൻ വേണ്ടിയല്ല ഞാനിങ്ങനെ തെങ്ങി വലിഞ്ഞു കയറണ. അപ്പൊ നീ കണ്ടിട്ടില്ലേ? എടാ കരിക്കാൻ കട്ടിട്ടില്ല, പിന്നെ അരി ഞാൻ കട്ടിട്ടുണ്ട്. കഴിവേറി. എടാ എത്ര വർഷം മുമ്പ് കട്ട അരിക്കാടാ നീ എന്നെ അടിച്ചത്? ആ കിളിക്ക് പോയി. ശരിയെന്നാ ഷിബു, എടാ നീ പറമ്പ്. പോയാടാ ഒന്ന്. എടാ മാങ്ങാരടാ. മയങ്ങ അവിടെ നിൽക്കാൻ അയാൾക്ക് കൊടുത്തോ? ആർക്ക്? ആ അവിടെ നിൽക്കണ അയാൾക്ക്. ഇവിടെ ആരുമില്ലല്ലോ. എന്താ ഒന്നും മിണ്ടാത്തെ? അതിപ്പോ ഇത്ര നാളും കത്തിക്കേട്ട പോലെ ഒന്നും അല്ല. എനിക്ക് കുട്ടേട്ടന്റെ വായിന്ന് കേൾക്കണം. എന്താ? ഇഷ്ടം. അതിപ്പം ഈ സ്നേഹം പ്രേമം എന്നൊക്കെ പറഞ്ഞത് രണ്ടുപേർക്കും ഒരേപോലെ പരസ്പരം തോന്നേണ്ട ഒന്നാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഈ പൊന്നരിപ്പാടത്തെ ആർക്കാ കാത്തുവിന് ഇഷ്ടമല്ലാത്ത? അയ്യോ അങ്ങനെ ചിരിക്കല്ലേ. അയ്യോ ശിവക്കുട്ടൻ ചേട്ടൻ. അങ്ങനെ നോക്കുമ്പം ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് കാത്തുവിനെ ഇഷ്ടമാണ്. സോറി. കുഴപ്പമില്ല. പോണ്ടേ? പോണ്ടേ? അപ്പൊ ഉണ്ടാക്കാനും സോമന്റെ അടിയോടെ എന്ത് വേദന. കുട്ടൻ ഇവിടെ വന്ന് നിൽക്കാമല്ല പറഞ്ഞ. കുട്ടാ കുട്ടാ പമ്പ് സെറ്റ് റൂമിൽ വെച്ചതൊക്കെ സെറ്റായ? സെറ്റായി. അത് കാത്തൂന്തേ? കാത്തു എവിടെ കാത്തൂന്തരാ? ആ കാത്തു സുന്ദര കുട്ടപ്പനായിട്ടുണ്ടല്ലോ. വാ വന്ന പോവാ. കുട്ടേട്ടാ എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. എടാ കാര്യമൊക്കെ പിന്നെ പറയാൻ സമയമില്ല. വാ കുട്ടേട്ടാ വാ നീങ്ങട്. കുട്ടേട്ടൻ വരുന്നില്ലേ? വരാം. വേളിക്കു വെളുപ്പാങ്കാലം താലിക്ക് കുരുത്തോല കോലൊത്തെ തമ്പാട്ടിക്ക് മനം പോലെ മംഗല്യം മനം പോലെ മംഗല്യം. കുട്ടേട്ടാ എന്താണ് കുട്ട? അതെ എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. എടാ ഈ കനാൽപ്പൊക്കെ ഒന്ന് കഴിയട്ടാ, സമാധാനോട് സംസാരിക്കല്ല അല്ലേ? ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. സൂക്ഷിച്ച് ഇറങ്ങത്തോളൂ. സൂക്ഷിച്ച് ഇറങ്ങോളൂ. അങ്ങനെ തന്നെ കുട്ടാ, നീ ഇറങ്ങിക്കോളൂല്ലേ? ഈ കനാലമ്പക്കം കഴിഞ്ഞിട്ടല്ലേ സമാധാനമായി. ആ വഴി പോയായിരുന്നെങ്കിലേ നാട്ടുകാർ പിടിച്ചാനെ. ഇതാവുമ്പോ സേഫാണ്. വാട കൂട്ടാ, കൊച്ചിന് വെയിൽ കൊള്ളണ്ട. ആ എനിക്ക് തോന്നി. എന്നിട്ട് റെഡി. അയ്യോ പണിപാളി. മെമ്പർ ശശാങ്കൻ ഓടല്ലേ. ഇപ്പം വിളിക്കാവേ. എങ്ങോട്ടാ ചെമ്മനും തുമ്മനും കൂടെ? ഞങ്ങള് വെറുതെ കാറ്റൊക്കെ കൊള്ളാം, ചൂടല്ലേ. ആണോ? ഇതാരാ? ഇതോ? ഇത് ശിവക്കുട്ടൻ ചേട്ടൻ. അതല്ല, കൂടത്തിലുള്ള ആരാന്ന്? ഇതോ? ഇത് ഇതെന്റെ അമ്മാവന്റെ മോനാ. നിന്റെ ഏതമ്മാവന്റെ മോൻ? അവന്റെ എല്ലാ അമ്മേനെ നിനക്ക് അറിയാവോ? എല്ലാ അമ്മമാരെയും എനിക്കറിയാം.
അതിന് നിനക്ക് രണ്ടമ്മമാരല്ലേ ഉള്ളൂ, രമേശനും സതീശനും. അതിൽ ഏതെങ്കിലും ഒരു അമ്മാവൻ്റെ മോനായിരിക്കുമല്ലോ. എന്നാലും ഞാൻ ഇവനെ എവിടെയോ കണ്ടുപരിചയം ഉണ്ടല്ലോ. വേണ്ട. അതെന്ത്? പിന്നെ വേറെ ആരെങ്കിലും ഇഷ്ടമല്ല. കോവക്കാരനാണ്. ഗോകാരന്? ഗോവക്കാരനല്ല, കോവക്കാരൻ. നിന്റെ പേരെന്താ? ഗോപാലൻ വല്ലതാണോ? കാർത്തികോ? അതൊരു പെണ്ണിന്റെ പേരല്ലേ? കാർത്തികല്ല, കാർത്തികേയൻ. മംഗലശ്ശേരി രമേശൻ മകൻ കാർത്തികേയൻ. അതിന് നിന്റെ വീട്ടുപേര് തൊട്ടിപ്പറമ്പിൽ നിന്നല്ലേ, മംഗലശ്ശേരി എന്നല്ലല്ലോ? എന്നാലും ഈ പ്രയത്നം ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ആ അത് പറഞ്ഞപ്പോഴാ ചേട്ടനെ അമ്മ തിരക്കുണ്ടായിരുന്നു. അച്ഛൻ്റെ സഹായനിധി ഫണ്ട് കാര്യം എന്തേ? ഹലോ, ആ പ്രസിഡന്റേ, അതെ, ഞാൻ പഞ്ചായത്തിൽ മീറ്റിംഗ് ഉണ്ട്. സംശയം ഉണ്ട് കേട്ടോ. ഈയിടെ കുട്ടാ ദാവനെ ആളക്കണ്ട, നീ നല്ല പരിചയമുള്ള ആളെ പോലെ ഇല്ലേ? ഇപ്പൊ കുണഞ്ഞുടഞ്ഞ നടപ്പ് കണ്ടിട്ട് ഇവിടെ അച്ഛനെ പോലെ ഉണ്ടല്ലോ. ഇനി അയാളെ ചേട്ടാ ചേട്ടൻ വഴി എന്റെ കണ്ടല്ലേ? ആരുടെ പറഞ്ഞിട്ട് നിന്നെ ഇപ്പൊ കാണാറില്ല അങ്ങോട്ട്. കാണാറില്ല. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞു, നിന്നെ ഇപ്പൊ കാണാറില്ല. അല്ലേടാ, എന്നെ കണ്ടു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് വിചാരിച്ചു. കാത്തൂന് ഇപ്പൊ കല്യാണ ആലോചനകളൊക്കെ വരണം. നീ ഒന്ന് വീട്ടിലേക്ക് വരണം. ഇന്നൊരു ടീം അവളെ കാണാൻ വരുന്നുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ അങ്ങ് ഉറപ്പിക്കും. അങ്ങനെയാണ് നീ ആ മുറ്റവും കണ്ടോ ഒക്കെ ഒന്ന് വൃത്തിയാക്കണം. ഞാനും ചേട്ടൻ്റെ മോനും കൂടി രാവിലെ ഒന്ന് കിളച്ചാണല്ലോ. നേരത്തെ തുടങ്ങിയ നീ ഇവ മറ്റേ ദിവാറിന്റെ മോനല്ലേ? അല്ല, വേലായിന്റെ മോൻ ഫോറസ്റ്റിലുണ്ടായിരുന്ന ആന കുത്തി കൊള്ള. അപ്പൊ ഇതാരെ പുറകില്? ഇവന്റെ ഒരാളുണ്ട്, പുറകിൽ ഒരാളുണ്ട്. ആരാണ്? ഇതെന്റെ കൂട്ടുകാരൻ കാർത്തികേയൻ. കാർത്തികേയനാ? കാർത്തികനെ കണ്ടാ നീങ്ങിക്ക് കാണട്ടെ. നല്ല പരിചയമുള്ള മുഖം അല്ലേ? അങ്ങനെ വരാൻ വഴി. നല്ല പരിചയമുണ്ട്. ഇവൻ ഇവിടെ ഉള്ള ആളല്ല. ഇവിടെ ഉള്ള പിന്നെ എവിടെയാണ് അവൻ? അത് ഇവന്റെ അമ്മയുടെ. അമ്മയുടെ? അല്ല, ഇവന്റെ അമ്മയുടെ വീടിന്റെ അടുത്താണ് അവന്റെ വീട്. സ്ഥലപ്പേര് പറയടാ. അത് മറ്റേ ചാലക്കപ്പാറ. ചാലക്കപ്പാറ. ചാലക്കപ്പാറ എനിക്ക് ഒരുപാട് അറിയാവുന്ന ആൾക്കാരുണ്ട്. ചാലക്കപ്പാറയില് ഇപ്പൊ പട്ടുംപോലെ അല്ല, ഡാൻസും പാട്ടും നടത്തുന്ന ഒരു ശാരദ ടീച്ചറിന്റെ മോനാണോ? ആണോ? അല്ല. അല്ല. ഇല്ല എന്ന് പറഞ്ഞപ്പോ ഒരു സമാധാനം. അപ്പൊ ശരിയെന്നാ നീ വീട്ടിലേക്ക് ഇറങ്ങും. നീയും അന്നം ദാ മറ്റേ ആ പയ്യനെ വിളിച്ചോ, ചാലക്കപ്പാറയിലുള്ള. എടാ, എന്തോ ചീഞ്ഞാറുന്നുണ്ട്. എനിക്ക് മനസ്സിലായി, ആളെ കിട്ടി. വട്ടെഴുത്ത് വിഷ്ണു അല്ലേ? ഇവിടെ ഇയാൾ അതല്ല, താഴെ പോയിക്കേ. ഏതാ ഈ വട്ടെടുത്ത്? രാവിലെ തുടങ്ങിയാണല്ലോ നീ. ഇനിയും വെച്ചോണ്ട് ശരിയാവില്ല കേട്ടോ. എത്ര പെട്ടെന്ന് അമ്പലത്തെത്തണം. ഏതാണ്? എന്റെ പൊന്നു ചേട്ടാ, ഒന്ന് പറഞ്ഞിട്ട് പോ. ഇത് ഏതവനാണ് ഈ വട്ടെഴുത്ത് വിഷ്ണു? കല്യാണത്തേനില കല്യാണത്തേനില കാത്തൂന്റെ കല്യാണത്തേനില കല്യാണത്തേനില പിടിച്ചേ. ഇനി ആ മാല ഞങ്ങൾക്ക് രണ്ടിരിക്കും തന്നെ. കാത്തു നന്നായിട്ട് പ്രാർത്ഥിച്ചു. കുട്ടേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടാ, സമയം പോകുന്നതിന് താലി കിട്ടണമെന്ന് എനിക്ക് ഇപ്പൊ തന്നെ പറയണം. എടാ, കെട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞാ പോരെ? പോരാ. കാത്തു ഒന്ന് പിടിക്കോ? പോരാ. എന്താ കാത്തു? അപ്പൊ ഇത്രയും കാലം കുട്ടിയുടെ ജീവനാണ്, കുട്ടിയായിട്ടെങ്കിലും ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത് നിന്നെ പറ്റിയാണ്, അല്ലാണ്ട് അവൾ ഉദ്ദേശിച്ച ആള് ഞാനല്ല. സത്യം പറഞ്ഞാൽ ഞാൻ പറ്റിക്കപ്പെട്ടു. കുട്ടേട്ടാ, പട്ടി ഇനി എന്നെ കുട്ടനാന്ന് വിളിച്ചാണ്ടല്ല, നീ എന്നെ ചതിക്കായിരുന്നല്ലടാ. അങ്ങനെ പറയല്ലേ കുട്ടേട്ടാ. പിന്നെ ഞാൻ എങ്ങനെ പറയാനോടാ? ഞാനിപ്പോ വെള്ളരിക്കണ്ടത്തിൽ കോലം പോലെ ആയില്ലടാ. അങ്ങനെ എന്നെ മാത്രം കുറ്റം പറയണ്ട. കുട്ടേട്ടന് ആദ്യം പോയിട്ട് നേരിട്ട് കാത്തുനോട് ഇഷ്ടം എന്ന് പറഞ്ഞുകൂടായിരുന്നു? നിനക്ക് അവളെ കെട്ടിപ്പിടിച്ചപ്പോ നിനക്ക് പറയാൻ പറ്റില്ലടാ, ദ്രോഹി. കുട്ടേട്ടാ, അവൾ സ്നേഹിച്ച എന്നെയല്ലേ? ഞാനിപ്പോൾ സത്യം പോയി തുറന്നു പറഞ്ഞാലും ആ ഇഷ്ടം ചേട്ടനിലോട്ട് വരുമോ? എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ മാറിത്തരാം. ചേട്ടൻ അവളുടെ മുഖത്ത് നോക്കി പറ, ഇത്ര നാളെ സ്നേഹിച്ച ചേട്ടനാന്ന്. വേണ്ട,
നീ പറഞ്ഞത് ശരിയാണ്. ഇഷ്ടമുള്ള ആളോട് പോയി ഇഷ്ടമുള്ളതെന്ന് പറയാൻ ധൈര്യമില്ലാത്തവൻ നിങ്ങളുടെ ആളോട് ജീവിക്കണം. നിങ്ങളാകുമ്പോൾ കറക്റ്റ് മാച്ചാണ്. നിങ്ങൾ രണ്ടുപേർക്കും ബോധം വിവരം കുറവാണ്. കറക്റ്റായിട്ട് ഒത്തുചേർന്ന് പൊയ്ക്കോളും. ചെല്ലേ നിങ്ങളെ കരുത്തി പോയി താലി കെട്ട്. പാവം കാത്തിക്കണ്ടില്ലേ? ചെല്ലേ, ഞാൻ പോട്ടെ. ചേട്ടനോട് പോവാ? ഞാനവിടെ പോണെന്നാ? ഞാൻ ആളില്ല കുന്നിൻ്റെ അറ്റത്ത് പോയിട്ട് ഒന്ന് പൊട്ടിക്കറയട്ടെ. ഞാനെന്തിനാ വിളിക്കണം? ചേട്ടൻ പോലെ വീട്ടിൽ ചെന്ന് അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് സെറ്റാക്കണ്ടേ? കാത്തൂനമ്മ വിളക്കെടുത്ത് കഴിഞ്ഞ് ചേട്ടൻ പൊക്കും. ആ ബെസ്റ്റ്. എടാ ആ തള്ള ആ വിളക്കെടുത്ത് എൻ്റെ പള്ള കുത്തിക്കേറ്റാ. ഞാനെങ്കിലും ഒന്ന് പൊയ്ക്കണപ്പ. കുട്ടേട്ടാ, ഞങ്ങൾക്ക് വേറെ ആരാ കുട്ടേട്ടാ ഉള്ളത്? കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി. പൊന്നാരിമംഗലം പാടത്തു കൂടി നെഞ്ചു മിരിച്ച് പോണോന്ന് പറഞ്ഞപ്പോ ഇവനാണ് നെഞ്ചും മിരിച്ച് പോണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കള്ളപ്പട്ടി കാത്തുനിട്ട് വന്നേക്കാം തിണ്ടി. പക്ഷെ എന്റെ പൊന്നോ, ഇനി ആ തള്ളയുടെ വയറുകൾ കേൾക്കണമല്ലോ. ഷിബുക്കുട്ട, നിനക്ക് നാണുണ്ടോടാ? ചെറുതായിട്ട് റിസർവ് ഫോറസ്റ്റിൽ വെച്ച് ഇവന്റെ അച്ഛൻ ആനയുടെ കൊത്തുകൊണ്ട് ചത്തിട്ട് വർഷം 4 ആയി. ഇതിനോടിടയ്ക്ക് ഈ കുടുംബത്തിന് ഇവനെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? എത്ര കഷ്ടപ്പെട്ടാ ഞാൻ ഈ കുടുംബം വളർത്തിക്കൊണ്ടുവരുന്നത്. അവൻ്റെ അച്ഛൻ ചത്തിട്ട് 16 അടിയന്തരത്തിന് കാക്കയ്ക്ക് ബലിച്ചോറ് വെച്ചിട്ട് ആ കൈ ഒന്ന് കൊട്ടാൻ പോലും നിൽക്കാതെയാ ഒരു ചൂണ്ടയും പിടിച്ചോണ്ട് നിന്റെ പുറകെ അവൻ ഇറങ്ങി തിരിച്ചത്. ഏട്ടാ ഷിബുക്കുട്ട, നിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു പെങ്കൊച്ചുണ്ടെങ്കിൽ ഇതേപോലെ ഒരു പൊട്ടനെ കൊണ്ട് നീ കെട്ടിച്ചു കൊടുക്കായിരുന്നോ? ഏതോ നല്ല വീട്ടിലെ പെങ്കൊച്ചാ. ഇതിന് ഇവിടെ ഇട്ട് പട്ടിണിക്കിട്ട് കൊല്ലാനാണോടാ കഴിവേറുകളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? ദേ, ആരെങ്കിലും അറിയണതിന് മുമ്പ് അതിന്റെ വീട് എവിടെയാന്ന് വെച്ച് വേഗം കൊണ്ടാക്കാൻ നോക്കാം. ഞാൻ പോകത്തില്ല. ബെസ്റ്റ്. അമ്മച്ചി, ഇവർ രണ്ടുപേരും ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുള്ളവരെ ഒന്നിപ്പിച്ചുവിടാം അമ്മച്ചി. നല്ല ഐശ്വര്യമുള്ള പെങ്കൊച്ച അമ്മച്ചി, നിനക്ക് നല്ലതേ വരൂ. ദേ, എന്റെ കൈപ്പാങ്ങിന്ന് മാറി നോട്ടോ ഷിബു. അല്ല അമ്മച്ചി, അതെ ഇവന്മാരെ എവിടെ കണ്ടല്ലേ ചേച്ചി? ഈ വട്ടെഴുത്ത് വീട് ഏതാ? അത് ഇത് തന്നെയാ. എന്റെ പൊന്നമ്മച്ചി, ഒരുപാട് കഷ്ടപ്പെട്ടു ഒന്ന് കണ്ടുപിടിക്കാനായിട്ട്. തന്നോടാരോ പറഞ്ഞ് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കയറി വരാൻ? ആ ചേച്ചിട്ട് അറിയാനുള്ള അതെ ഒരു രജിസ്റ്റർ ഉണ്ട്, അത് തരാൻ വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ടത്. രജിസ്റ്ററോ? ആ, ഈ വട്ടെഴുത്ത് വിഷ്ണു വരാം. അതാ പൊട്ടന. നിന്റെ അതാണോ? ഞാനാ? ആണോ? എടാ പാണ്ടി കരിമ്പാറകളെ, നിന്നോടൊക്കെ താഴെ വെച്ച് ഞാൻ വട്ടെഴുത്ത് വിഷ്ണു എന്ന് തന്നെയല്ലേ ചോദിച്ചത്? അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. പൊട്ടൻ, ഇതിലൊന്നും ഒപ്പിട്. വിഷ്ണു എന്നാ പേര്. ഗവൺമെന്റ് ഓർഡർ ഫോറസ്റ്റിലെ അച്ഛൻ്റെ ജോലി മാന കിട്ടി. ഞാൻ പറഞ്ഞില്ലേ അമ്മച്ചി, മരുമകളെ അയച്ചിട്ട് ഇനിയെങ്കിലും വിളക്കത്തിച്ച് അകത്തേക്ക് കയറ്റിക്കൂടെ? കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി കുട്ടേട്ടാ, കുട്ടേട്ടാ, എവിടെ പോവാ? ഞാനും വരുന്നു. നീ എവിടെ വരുവാ? അല്ല നീ എവിടെ വരുവാടാ? കുട്ടേട്ടൻ്റെ കൂടെ. എടാ അവിടെ ഒരു പെങ്കുച്ചി ഒന്ന് കാത്തിരിക്കണല്ലേ? നീ അവളുടെ കാര്യം പോയി നോക്ക്. എന്തൊക്കെ പേരുകളാ നിനക്ക്? വെറും കൂട്ടൻ, പൊട്ടൻ കൂട്ടൻ. ഇപ്പൊ ഒരു പേര് നിനക്ക് കിട്ടിയിട്ടില്ലേ? വട്ടെഴുത്ത് വിഷ്ണു. അതുമായിട്ട് ജീവിക്കാൻ നോക്ക്. പൊയ്ക്കടാ. ഷിബുക്കുട്ടേട്ടാ, പനുമതിയല്ലേ വലിയമ്പ്ര സ്കൂളിലെ ആ പഴയ സ്കൂൾ ലീഡർ? ഓർമ്മയുണ്ടോ എന്നെ? മറന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ട് കത്തുന്നത് പനുമതിക്കാണ്. അന്ന് പ്രിൻസിപ്പൽ മുട്ടിൽ നിർത്തിയത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞായിരുന്നു? അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. ചൊവ്വാദോഷമുള്ളവരാരെ കെട്ടാനാ? അവസാനം തപ്പി പിടിച്ച ഒരു ചെറുക്കനെ കിട്ടി. കല്യാണം കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ആള് പോയി. പിന്നെ അത് നാട്ടിൽ മൊത്തം ഒരു കരക്കമ്പിയായി. ഇനിയിപ്പോൾ ഈ 33-ാം വയസ്സിൽ ഒരാൾ കെട്ടാൻ വരുന്നുള്ള പ്രതീക്ഷ ഒന്നും എനിക്കില്ല. പോട്ടെ, റേഷൻ കട അടയ്ക്കും. ശരി എന്നാ. ശിവക്കുട്ടേട്ടാ, അന്ന്
സ്കൂളിൽ നിന്ന് തന്ന കത്തിന് ഞാൻ മറുപടി തരാൻ നിന്നാ. അപ്പോഴാ അമ്മ പിടിച്ചത്. മറുപടി എന്താണെന്നറിയോ? ഇഷ്ടമല്ലെന്ന് എഴുതാൻ ആരും മെനക്കെടില്ല എന്നെനിക്ക് മനസ്സിലായി. പനിമതി, ഞാൻ ആദ്യമായും അവസാനമായും ധൈര്യത്തോടെ ചെയ്തൊരു കാര്യമാണ് പനിമതിക്ക് കത്തെഴുതിയത്. ഇപ്പോൾ ഒരു 25 വർഷമായി കാണും. ആ ധൈര്യത്തോടുകൂടി ഞാൻ ചോദിക്കണേ, പോരുന്നു എൻ്റെ കൂടെ? അയ്യോ, ഏ? വീട്ടിലേക്ക് മീൻ കൂടി മേടിക്കാണ്ടായിരുന്നു. അവർ ഉണക്കമീൻ കൂടി അഡ്ജസ്റ്റ് ചെയ്തോളൂ. നീ വാ. അതെ, ഏ? ഇന്ന് ഏതാ ദിവസം? ഇന്ന് ഏത് ദിവസമായാലും ആ നല്ല ദിവസം.